വെൽക്കം ടു റീമാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ ഷേക്കാണ്, ഒരു ഹെൽത്തി ഷേക്ക്. അതിനായിട്ട് ഞാനിവിടെ പാൽ നല്ല ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈന്തപ്പഴമാണ്. നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണിത്, അപ്പോൾ അതിനനുസരിച്ച് മധുരം ബാലൻസ് ചെയ്തിടാവൂ. പിന്നെ ഒരു കുറച്ച് ഹെൽത്തി ആകാനായിട്ട് ഞാൻ ബദാം എടുത്തിട്ടുണ്ട്. ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൊന്ന് സോക്ക് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ബോൺവിറ്റ എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്. കുട്ടികൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുമെങ്കിൽ ഒരു ടേസ്റ്റിന് അവർക്ക് കുറച്ച് ബോൺവിറ്റ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഹെൽത്തി പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തോട്ട് ബദാമും അതുപോലെ ഈന്തപ്പഴവും ചേർക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണിത്, അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷിന് വേണ്ടി നമുക്കൊരു 2 മാറ്റി വയ്ക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്, കാരണം ഡേറ്റ്സിന് ഓൾറെഡി നല്ല മധുരമുണ്ട്. നമ്മൾ ബോൺവിറ്റ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിട്ട് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബോൺവിറ്റ ആഡ് ചെയ്യാം. ബോൺവിറ്റ ആഡ് ചെയ്തു. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് കട്ടിപ്പാലും ആഡ് ചെയ്യാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇൻ കേസ് മധുരം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്യാം. അതുപോലെ ബോൺവിറ്റയും നമുക്ക് ആ ഫ്ലേവർ വരുന്നില്ലെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിട്ട മധുരവും ബോൺവിറ്റയും എല്ലാം കറക്റ്റായിരുന്നു. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാല് കട്ടിയാക്കാതെയും നമുക്ക് ഇതടിക്കാം, ഒരു മിൽക്ക് ഷേക്ക് പോലെ അടിക്കാം. ഇതിപ്പം ഇങ്ങനെ നമുക്ക് മുതിർന്നവർക്ക് കഴിക്കാൻ ഇങ്ങനെ ഷേക്ക് അടിക്കാൻ നല്ലതായിരിക്കും. അതുപോലെ കുട്ടികൾക്കും ചോക്ലേറ്റ് ഷേക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. നമുക്കിത് പതിയെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഡേറ്റ്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെയും ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. നമുക്ക് ഗാർണിഷിനായി കുറച്ച് ഡേറ്റ്സ് പീസസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചൂടുള്ളപ്പൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഈവൻ പാല് കട്ടിയാക്കാതെ നമുക്ക് മിൽക്ക് ഷേക്കായിട്ടും കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം ഏത് ചൂസ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമുക്കിവിടെ നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ ഡേറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ നല്ല ഹെൽത്തിയാണ്. ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. പാലും ഈന്തപ്പഴവും ഒക്കെ നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ സിമ്പിൾ ഡിഷസുമായിട്ട് റീമാസ് കിച്ചണിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.